അല്ലമ്മ, നിങ്ങളെ മരുവളൊന്നും താഴത്തേക്ക് തന്നെ കണ്ടിട്ടില്ലല്ലോ. ഇന്നെന്താ ഓൾക്ക് കഞ്ഞും ചോറൊന്നും വേണ്ടേ? ഓൾക്കിപ്പോ സുഖല്ല അഭ്യത്താ. തോന ആൾക്കാർക്ക് വെച്ചുണ്ടാക്കൊന്നും വേണ്ടല്ലോ, ഓൾക്കൊരാൾക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇതാ ഇന്നലെ വെച്ച ചോറ് തന്നെ അതാ ഓൾടെ അവിടെ ഇരിക്കണ്. അടുപ്പത്ത് വെച്ചുണ്ടാക്കണതുകൊണ്ടേ ഇപ്പൊ 2 ദിവസത്തിന് ഒരുമിച്ചുള്ളതാ വെക്കണെന്ന് തോന്നണേ. പിന്നെ നമ്മളമ്മക്ക് സഹതാപബോധം കൂടുതലായതുകൊണ്ട് ഇമ്മത കുറച്ച് കറിയൊക്കെ മാറ്റി വെച്ചേക്കണ മരിയോൾക്ക്. അത് ശരി. ഇന്നലെ വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് ഇന്നിപ്പോ അമ്മ മരുവൾക്ക് കറിയൊക്കെ മാറ്റിയേക്കലോ എടുത്തിയാ. കാര്യം ഓളെടുത്ത് 5 പൈസ ഇല്ലാന്ന് അറിഞ്ഞിങ്ങാണ്ട് പിന്നെ നമ്മൾ അരി മാത്രം കൊടുക്കുന്നത് ശരിയാണോ മക്കളെ? വാശിയും ദേഷ്യമൊക്കെ ഉള്ളത് തന്നെ. പക്ഷേങ്കിൽ അതൊന്നും തിന്നണ മുതലിനോട് കാണിക്കാൻ ഇന്നെ കൊണ്ട് പറ്റണില്ല. എന്തായാലും കുറച്ച് കറിയല്ലേ, ചോറോള് വെച്ചിരിക്കണല്ലോ, ഇനി വേണമെങ്കിൽ വന്ന് തിന്നോട്ടെ. ആരും മനഃപൂർവ്വം ചെയ്തതൊന്നല്ലല്ലമ്മ, ഒക്കെ ഓളെ കയ്യിലിരിപ്പോണ്ട് ആക്കിയതല്ലേ. ഇനിയിപ്പോ കുറച്ചൊക്കെ കണ്ട് അനുഭവിക്കട്ടെ. അതുകൊണ്ട് ഇപ്പൊ എന്തായി? ഒന്നുമില്ലാന്നുണ്ടെങ്കിലും ഇത്രയും കണ്ട കാലമായിട്ട് അടുപ്പും പുകയും കാണാത്ത ഉമ്മാന്റെ മരിയോള് അടുപ്പത്ത് ചോറ് വെച്ചുണ്ടാക്കാൻ പഠിച്ചില്ലേ. പിന്നെ വിശപ്പിന്റെ വില എന്താന്നുള്ളത് ഓൾക്ക് ശരിക്കും ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും. അത് ഇജ്ജ് പറഞ്ഞത് നേരാണ്. മറ്റേതേ എന്ത് തന്നെ വെച്ചുണ്ടാക്കി കൊടുത്താലും ഓൾക്ക് അതിന് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്തും. ഇതിപ്പോ ഒറ്റക്ക് എന്തായാലും അടുപ്പ് കത്തിക്കാനും ചോറ് വെക്കാനും പഠിഞ്ഞത് മാത്രല്ല, ഭക്ഷണത്തിനെ നിന്ദിക്കാതെ ഉള്ള മുതൽ നന്നായിട്ട് തിന്നാ ഓള് പഠിച്ചോളൂ. ഇഞ്ഞോള് പലതും പഠിക്കാണ്ടിന്റെ അമ്മ. കാക്കന്ന് രാവിലെ വിളിച്ചപ്പോ പറഞ്ഞത് കേട്ടില്ലേ? ഇന്നേ കാക്കോൾക്കുള്ള ഡോസ് കൊടുക്കാൻ പോവാ. അതിന്റെ ശേഷമാണ് ഇനി കളി തുടങ്ങാൻ പോണത്. ആ പറഞ്ഞ പോലെ അടുത്ത പണി ആരിസിന്റെ അല്ലേ? അല്ലടി, ഇനി ഓൻ വിളിച്ചിരുന്നാണാവോ? ഇന്നലെ വൈകുന്നേരം തൊട്ടിട്ടേ ഓളെ മുഖത്തിന് വലിയ തെളിച്ചല്ല, കണ്ണൊക്കെ കലങ്ങി എന്തോ സങ്കടമുള്ള പോലെ ഉണ്ടായിരുന്നു. ആ താത്താക്കും തോന്നിയില്ലേ? ഇപ്പൊ എന്തേമ്മ? ഞാനത് ഉമ്മാനോട് പറഞ്ഞപ്പോ ഇമ്മ എന്നെ കളിയാക്കാൻ വന്ന്. ഞാൻ നല്ല ശരിക്കും കണ്ടതാ ഓള് കരയണത്. ഇവള് പറയേ ഇന്നലെ കോണിന്റെ അടിയിലിരുന്നിട്ട് ഓള് കരയണത് ഇവള്